അവളൊന്ന് തല കറങ്ങി വീണതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ വരണോ? ഏയ് വേണ്ട വേണ്ട, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. ശരി. മധു, എന്താ മോളെ പറ്റിയേ? ഞാൻ ആകെ പേടിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ, നമുക്ക് വീട്ടിൽ പോവാം. ആ ശരി, വാ പോവാം. മോളെ, എനിക്കറിയാം ഞാൻ പറയുന്ന ചിലതൊക്കെ നീ കേട്ടിട്ടുണ്ടെന്ന്. പക്ഷേ അതൊന്നും നീ ആരോടും പറയരുത്. അതെന്താ ചേച്ചി ഞാൻ പറഞ്ഞാൽ? നമ്മുടെ മധു ചേച്ചി ചതിച്ചിട്ട് പോയതല്ലേ അയാൾ. ഒന്നും അറിയാതെ നീ പറയരുത്. അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകും. ചേച്ചി അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തിനാ? ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല. എനിക്കും അങ്ങനൊരു അനുഭവമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവൻ കുറച്ചു മുമ്പ് അവളോട് പറഞ്ഞതൊന്നും നീ കേട്ടിട്ടില്ലല്ലോ. അതൊക്കെ കേട്ടിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. എന്താ അയാൾ പറഞ്ഞേ? വീട്ടിലെത്തട്ടെ എന്നിട്ട് പറയാം. ഡോക്ടർ, ഇയാൾക്കെന്താ കോങ്കണ്ണുണ്ടോ? എന്നെ നോക്കി ഡോക്ടർ എന്ന് വിളിക്കുന്നേ? ആക്സിഡന്റ് കേസിൽ ഒരാൾക്ക് കുറച്ച് സീരിയസാ. ഡോക്ടർ ഒന്ന് വന്ന് നോക്കുവോ? ഇവിടെ മെന്റലിനും ചികിത്സിക്കുന്നുണ്ടോ? എന്തു പറ്റി ഡോക്ടർ? എന്തൊന്നും മിണ്ടാത്തെ? ഏയ് കുഴപ്പമൊന്നുമില്ല, താനങ്ങോട്ട് പോയിക്കോ, ഞാനങ്ങോട്ട് വന്നോളാം. ആ ശരി. ഹോ, രക്ഷപ്പെട്ട്. ഈ ഡോക്ടർക്ക് എന്തു പറ്റി? പൊതുവെ ഇങ്ങനെ സംഭവിച്ചാൽ ഓടി വരേണ്ടതാണ്. ഈ കാശി ഇതെവിടെ പോയി? ഇവനിവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആ ദേ നിൽക്കണു. ഡാ കാശി, എന്താടാ? നീ ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ നിന്നെ എവിടെല്ലാം തിരഞ്ഞോന്നറിയോ? എന്തേന്നോ? നമുക്ക് പോണ്ടേ? അപ്പോൾ അവരച്ഛനും അമ്മയും മക്കളും വന്നോളൂ, നമുക്ക് പോവാം. ശരി. മധു, നിനക്ക് എന്തു പറ്റി? എനിക്ക് കാശിയോടൊന്ന് സംസാരിക്കണം. നീ അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ഇങ്ങോട്ടോ? ഇവിടെ അച്ഛനും അമ്മയും മായൊക്കെ ഉള്ളതല്ലേ. ഇപ്പൊ വേണ്ട, രാത്രി വരാൻ പറഞ്ഞാൽ മതി. രാത്രിയോ? രാത്രി ഏട്ടനുണ്ടാവില്ലേ ഇവിടെ? പിന്നെ എപ്പോഴാ പറ്റുക? രാത്രി എല്ലാവരും ഉറങ്ങില്ലേ? അപ്പം വരാൻ പറഞ്ഞാൽ മതി. ഓ, നിനക്ക് ഇന്ന് എന്നെ കാണണോ? നാളെ മറ്റന്നൊക്കെ അവസരം കിട്ടുമ്പോൾ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോരെ? പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ കാണണം. എൻ്റെ മധു, ആരെങ്കിലും കണ്ടാൽ ഇനി അത് മതി. എനിക്ക് അവനോട് സംസാരിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ നിശ്ചയം കഴിഞ്ഞതല്ലേ? അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ തീരാവുന്നതല്ലേ ഉള്ളൂ. നീ എന്താ മധു ഇങ്ങനെയൊക്കെ പറയുന്നേ? ആദ്യേട്ടനെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ അങ്ങനെ പറഞ്ഞ ആ മനുഷ്യൻ തകർന്നു പോവും. എനിക്ക് തെറ്റ് പറ്റി മഞ്ജു. അവൻ എന്നെ ചതിച്ചതാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. പോട്ടെ, സാരില്ല. ഞാനാ തെറ്റുകാരി, ഞാൻ മാത്രം തെറ്റുകാരി. എന്നിട്ട് അവനെ ഞാൻ ഒരുപാട്... മതി, കരയണ്ട, അവനോട് ഞാൻ പറഞ്ഞോളാം. കാശി, അങ്കിള് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്, വാ. വേണ്ടടാ, എനിക്ക് വിശക്കുന്നില്ല, നീ പോയി കഴിച്ചോ. എന്നാ പിന്നെ എനിക്കും വേണ്ട, അവരത് കഞ്ഞിവെള്ളത്തിലിട്ടോട്ടെ. എടാ, നീ പോയി കഴിച്ചോ? എനിക്ക് വേണ്ടാത്തോണ്ടല്ലേ. എനിക്കും വേണ്ടടാ. നീ കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ കഴിക്കുന്നേ? നമുക്ക് രണ്ടുപേർക്കും വേണ്ടി അവർ എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കുന്നേ. അത് നമ്മൾ കഴിക്കാൻ ചെല്ലുന്നില്ലെന്ന് കണ്ട അവരത് കഞ്ഞിവെള്ളത്തിലിട്ടോളൂ. നീ നടന്നേ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. ഇപ്പം നിനക്ക് വിശക്കുന്നുണ്ടോ? വിശന്നിട്ടല്ല, ഭക്ഷണം അങ്ങനെ വേസ്റ്റാക്കി കളയുന്നത് നല്ലതല്ല. ശരി, വാ പോവാ. എൻ്റെ പൊന്ന് നന്ദു, ഞാൻ ഇന്ന് കണ്ടത് കാശിനാഥനല്ല. അയാൾ സ്റ്റെതസ്കോപ്പൊക്കെ കഴുത്തിലിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം നീ കണ്ടത് ആയുഷ് മാധവനെ തന്നെയാണോ? അയാളുടെ നാട് അതിന് പാലക്കാടാണോ? അതെങ്ങനെ എനിക്കറിയാനാ? എന്തായാലും ഞാൻ കണ്ടത് കാശിനാഥനെയല്ല, ആയുഷ് മാധവനെ തന്നെയാ. എന്നാലും ഇവർ ഒരുപോലെ ഇരിക്കണമെങ്കിൽ രണ്ടുപേരും തമ്മിൽ എന്തായിരിക്കും ബന്ധം? എന്തായാലും ടിൻസ് അല്ല, വേറെന്തെങ്കിലും ബന്ധം ഉണ്ടോയെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. നാളെ ഒന്നും കൂടി ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. എന്തോ പറഞ്ഞു പോകും നീ? അതെന്തെങ്കിലുമൊക്കെ പറയാം. നീ വെക്ക്, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പോയി കഴിക്കട്ടെ. ആ
ശരി. നന്ദിയുണ്ട് മക്കളെ. നിങ്ങളുണ്ടായതുകൊണ്ടാണ് അവളെ നേരത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത്. എന്താ അങ്കിൾ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമ്മുടെ കടമയല്ലേ ഇത്. അങ്ങനെയല്ല നിരഞ്ജ, ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്താ അവൾ ഇന്നീ നിലയിലേക്ക് എത്തിയത്. ഇനിയും അവൾ അങ്ങനെ കാണാൻ ഞങ്ങൾക്ക് വയ്യ. അങ്കിൾ, മാനവെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? മധുവിനെന്താ സംഭവിച്ചത്? ഞാൻ ഇന്നലെ മഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ മധുവിന് ഒരു കഥയുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. സമയം ഇപ്പോൾ ഒരുപാടായില്ലേ, നിങ്ങൾ പോയി ഉറങ്ങിക്കോ. ഓക്കെ അങ്കിൾ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാശി, എന്താ? ഞാൻ കാശിയെ വിളിച്ചേ. ആരെയാണെങ്കിലും എന്തിനാ ഇപ്പം അവനെ വിളിച്ചേ? അത് മധുവിനൊന്ന് കാശിയെ കാണണമെന്ന് പറഞ്ഞു. എന്തിന്? അതൊന്നും വേണ്ട മഞ്ജു. എന്തിനാ വെറുതെ? വെറുതെ അല്ല, അവൾക്ക് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. എന്നാ വാ, അവളെവിടെയുള്ളത്? അവളുടെ റൂമിൽ കൊണ്ടേയാക്കെന്നെ. ഇപ്പോഴോ? ഇപ്പൊ വേണ്ട. പിന്നെപ്പോഴാ? വീട്ടുകാരെല്ലാം ഉറങ്ങിയിട്ട് ഇപ്പം അങ്ങോട്ട് കയറി ചെന്ന് എല്ലാവരും കാണില്ലേ? ഞങ്ങളെന്താ കള്ളന്മാരാണെന്ന് വിചാരിച്ചോ? നേരെ വാ, നേരെ പോ. അതാ ഞങ്ങളുടെ പോളിസി. എന്താ നീ നേരെ പൊക്കോ, ഞാൻ കാശിയോടെ പറഞ്ഞത്. കാശി, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇവളുടെ വായനാവിനിപ്പോൾ ഒരു കുറവുമില്ല. ഞാൻ മാറി എന്ന് കരുതുന്നത് നീ തന്നെയാ. ഞാനിപ്പോഴും പഴയ മഞ്ജു തന്നെയാ. അതുകൊണ്ടായിരിക്കും മൈദമാവ് വെച്ച് തേച്ചൊട്ടിച്ച് പോയത്. കാശി, എനിക്ക് പറയാനുള്ളത് നിന്നോടാ. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ലൈറ്റൊക്കെ കെടുത്തി കഴിഞ്ഞാൽ വീടിൻ്റെ പിന്നാമ്പുറത്തോട്ട് വാ. നീ എന്ത് തീരുമാനിച്ചു? പോകുന്നുണ്ടോ? ഇല്ലടാ. എന്തിനാ വെറുതെ? വെറുതെ അല്ല, നീ പോകണം, അല്ലെങ്കിൽ ശരിയാകില്ല. എടാ, അത് എനിക്കെന്തോ പോലെ. എന്തുപോലെ? ഒന്നുമില്ല, നീ പോണം. പോണോ? ആ, പോണം. മധു, ആ എന്തായി? നീ പറഞ്ഞോ അവനോട്? പറഞ്ഞിട്ടുണ്ട്. വരുമോ? വരുമായിരിക്കും. എന്നോട് ദേഷ്യമായിരിക്കുമോ? അതൊന്നുമില്ല. എല്ലാവരും ഉറങ്ങുന്ന സമയം നിനക്കറിയാലോ. ആ സമയം നോക്കി നീ അങ്ങോട്ട് ചെല്ല്, അവനവിടെ ഉണ്ടാകും. ശരി, എന്നാ ഞാൻ പോയി ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വാട്ട് ആർ യു സേയിങ് അലൻ? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആരോട് പറഞ്ഞാ നീ പറയുന്നേ? ഡോക്ടറോട് തന്നെ. ഡോക്ടർ പുറത്ത് നിൽക്കുമ്പോൾ നേരത്തെ ഞാൻ വന്ന് പറഞ്ഞില്ലേ? അലൻ, നിനക്കെന്തോ പ്രശ്നമുണ്ട്. നീ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതാ. എൻ്റെ പൊന്നു ഡോക്ടർ, ഞാൻ സത്യ പറയുന്നേ. ഞാൻ ഡോക്ടറോട് വന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടില്ല. എന്തായാലും നീ വേറെ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അയ്യോ അല്ല, അത് ഡോക്ടർ തന്നെയായിരുന്നു. ഇതേ മുഖം, ഇതേ ഫേസ്, രണ്ടും ഒന്ന് തന്നെയല്ലേ? നീ എന്തായാലും വേഗം പോയി ഒരു ഡോക്ടറെ കാണിക്ക്. നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഞാനിതിനി ആരോട് പറയും? ഞാൻ ഇങ്ങനെ തന്നെയല്ലേ കണ്ടത്? ഇനി ആളെങ്ങാനും മാറിയോ? பேசும் மழையே நனைய வரவா பூவிதழாலே உனைய வரவா சாலை நிழல் போ. കാശി, ഐ എം സോറി മധു. എൻ്റെ ഭാഗത്തെ തെറ്റ്. ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല കാശി, ഞാനാ തെറ്റുകാരി. സ്നേഹിക്കുന്ന ഒരാളെ ചതിച്ചിട്ട് പോയാൽ പിന്നെ എന്താ ചെയ്യുക? ഏതൊരു പെണ്ണും ചെയ്യുന്നത് നീയും ചെയ്തോളൂ. ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, ഒന്നും അന്വേഷിക്കാൻ നിന്നില്ലല്ലോ. നീ ഇങ്ങനെ കരയല്ലേ മധു, കണ്ണു തുടക്ക്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല കാശി. കാശി, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഇനി ഇവിടെ നിൽക്കണ്ട. നീ എന്താ മധു ഈ പറയുന്നേ? ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. നമുക്കിനി ഇവിടെ നിൽക്കണ്ട കാശി. വേണ്ടടാ, അതൊന്നും ശരിയാവില്ല. നിന്റെ അച്ഛനൊരു പാവ. ആ മനുഷ്യനെ ചതിക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ ആദ്യേട്ടനെ കല്യാണം കഴിക്കേണ്ടി വരുമല്ലേ? നമുക്കതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം മധു. എന്ത് പരിഹാരം? അടുത്ത മാസം കല്യാണം. അതിനു മുമ്പ് എന്ത് പരിഹാരമാണ് നിനക്ക് ഉണ്ടാക്കാൻ പറ്റുക? അതൊക്കെ നമുക്കുണ്ടാക്കാം.
ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീ എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ ഈശ്വര, ഈ ചെക്കനെ കാണുന്നില്ലല്ലോ. ആരെങ്കിലും കണ്ട എൻ്റെ കാര്യത്തിലും കല്ല് വീഴും. എന്തായി, അവളെ കണ്ടോ? കണ്ടു, സംസാരിച്ചു, തിരിച്ചു പോന്നു. ആരും കണ്ടില്ലല്ലോ അല്ലേ? ഞങ്ങളാരെയും കണ്ടില്ല. ഇനി ഞങ്ങളെ ആരെങ്കിലും കണ്ടോ ആവോ? അതങ്ങനെയൊന്നും കാണില്ല. അതെങ്ങനെ നിനക്കറിയും? പിന്നെ അവർ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞേക്കല്ലേ? അവളുടെ ഏട്ടൻ പോലീസാ. നിന്നെ ഒന്നല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്താക്കും. പിന്നെ എത്ര വലിയ പോലീസാണെങ്കിലും എന്നോട് കളിക്കാനായിട്ടില്ല മോനെ. പോയപ്പോലെ അല്ലല്ലോ മോൻ തിരിച്ചു വന്നത്. മുഖത്ത് ചെറിയ സന്തോഷമൊക്കെ കാണുന്നുണ്ട്. മോനും പെണ്ണിനും പിന്നെ അടി ഉണ്ടാക്കാനല്ലേ നേരുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തതൊക്കെ കണ്ട അസൂയ തോന്നും. നീ ഇത് തന്നെ ചോദിച്ചെന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ നന്ദു. അതല്ല മായോട്ടി, എന്നാലും അവര് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്ന എന്തുകൊണ്ടാ? ട്വിൻസ് അല്ല. പിന്നെ ആരാ അവര്? നീ നാളെ ഇങ്ങോട്ട് വാ, എന്നിട്ട് അയാളോട് ചോദിക്ക്. ഞാൻ നാളെ വരാം. അയാളെ കണ്ടിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം. ശരിക്കും വരുന്നുണ്ടോ? അതോ നീ എന്നെ പറ്റിക്കാൻ പറയുന്നതാ? അല്ലടാ, ഞാൻ ശരിക്കും പറയുന്നതാ. എനിക്ക് അവന്മാരെ രണ്ടിനും നേരിട്ട് കാണണം. എങ്കിൽ നേരത്തെ വാ. ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് നന്ദു. മായേ, നീ ഇതുവരെ ഉറങ്ങിയില്ല? ഇല്ല ചേച്ചി, ഞാൻ പഠിക്കായിരുന്നു. അപ്പോഴാണ് നന്ദു വിളിച്ചേ. അപ്പം അവളോട് സംസാരിച്ചിരുന്നു. എന്നാ കിടന്നോ. അല്ല, ചേച്ചി ഉറങ്ങിയില്ലേ? എങ്ങോട്ടെങ്കിലും പോയിരുന്നോ? ഏയ് ഇല്ല, നിന്റെ റൂമിൽ ലേറ്റ് കണ്ടപ്പോൾ വന്നതാ. പിന്നെ ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, എന്താ കാര്യം? അത് ഞാൻ പറഞ്ഞ ചേച്ചി വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. നീ കാര്യം പറ. അത് പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ, കാശിനാഥിനെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. നീ പറഞ്ഞിരുന്നു. അതിന് ചേച്ചി പറഞ്ഞത് സത്യാ. ഞാൻ കണ്ടത് കാശിനാഥിനെയല്ല, കാശിനാഥിനെ പോലെ വേറൊരാളാ. കാശി പോലെ വേറൊരാളോ? അതേ ചേച്ചി, ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അയാളെ കണ്ടു. അയാളുടെ പേരെന്താണെന്നറിയോ? ആയുഷ് മാധവ്. നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോളെ. ഞാൻ പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ, കാരണം ഞാൻ അയാളെ ഇന്ന് നേരിട്ട് കണ്ടതാ. നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നാളെ നമുക്ക് അവിടെ വരെ ഒന്നുകൂടി ഒന്ന് പോകണം. ഇപ്പം എന്തായാലും കിടന്നോ, നാളെ നോക്കാം. എല്ലാവരും എപ്പോഴും കൈ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കാം ടീച്ചർ. എങ്കിൽ പൊക്കോളൂ, നാളെ നേരത്തെ വരണേ. നേരത്തെ വരാം. ഇന്നെങ്കിലും നിങ്ങൾ അമ്മയും മക്കളും ആ റൂമൊന്ന് ക്ലീൻ ചെയ്യോ? എനിക്ക് വയ്യാത്തോണ്ടാ, അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ. ഞങ്ങൾ ചെയ്തോളാം മനുഷ്യ. എന്നിട്ട് ചെയ്യുന്നില്ലല്ലോ, എന്നീ പറച്ചിലല്ലേ ഉള്ളൂ. ഇന്ന് ഉറപ്പായും ചെയ്യും. ജോലികളൊക്കെ ഒന്ന് കഴിയട്ടെ. അവരെ ഇവിടെ താമസിപ്പിച്ചാലേ നമ്മൾ വിചാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. ഇന്ന് ക്ലീൻ ചെയ്തിട്ട് നാളെ അവരെ ഇവിടെ താമസിപ്പിക്കാം, പോരെ? മതി. എന്താ ഭാര്യയും ഭർത്താവും ഒരു ചർച്ച? നിന്നെ കെട്ടിക്കാൻ സ്വർണ്ണം ഏത് കടയിൽ നിന്ന് എടുക്കുമെന്ന് ചർച്ച ചെയ്യായിരുന്നു. എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാം. അവൾക്ക് എന്താടി കല്യാണക്കാരൻ പറഞ്ഞപ്പോൾ ഒരു സന്തോഷമില്ലാത്തേ? ഞാനും അത് ശ്രദ്ധിച്ചു. കല്യാണക്കാരൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം അങ്ങ് മാറി. ഈശ്വര, ഒരു പ്രശ്നമില്ലാതെ ഈ കല്യാണം അങ്ങ് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു.